അങ്ങനെ യതീന്ദ്രൻ സാറ് ഇന്ദ്രജയോടും വിജയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്താ മക്കളെ പറ്റിയത്? നിങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെയായി പോയത്? ഒന്നുമില്ലെങ്കിൽ സൂര്യ നിങ്ങളുടെ കൂടെ പിറപ്പല്ലേ എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ വേദക്ക് ദേഷ്യം വന്ന് അവൾ എഴുന്നേറ്റ് വന്ന് നിന്ന് പറയുന്നുണ്ട്, അല്ല അച്ഛാ, ഡാഡിയുടെ സംസാരം കേട്ടാൽ തോന്നും ഞങ്ങൾ എന്തോ കുറ്റം ചെയ്തതുപോലെയാണല്ലോ. ഞങ്ങളെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യുന്നത്? ഏട്ടനെ ഞങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കാൻ. അപ്പോൾ എതിർത്ത് പറയുന്നത്, സൂര്യക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് വേണ്ട, സൂര്യയെക്കുറിച്ച് ഒരു നല്ല വാക്കെങ്കിലും നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? വേദ ചോദിക്കാൻ, അത് നല്ല ചെയ്തെങ്കിലല്ലേ നല്ലതിനെ പറയാൻ പറ്റൂ. സൂര്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിയന്ത്രണമില്ലാത്ത മദ്യപാനത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു തവണ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ആങ്ങളയല്ലേ, ഒരിക്കലെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ മക്കളോട് ചോദിക്കാൻ കേട്ടോ. ഇതെല്ലാം അപ്പുറത്തു നിന്നും പത്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നന്ദിനി അവിടെ നിന്ന് കരയാണ്. സഹിക്കെട്ടിട്ട് പത്മ എഴുന്നേറ്റ് വരികയാണ് അവിടേക്ക്. എന്താ ഇവിടെ എന്താണ്? ചോദ്യം ചെയ്യലും വിചാരണ ചെയ്യലുമെല്ലാം അവന്റെ കണ്ടീഷൻ അറിഞ്ഞിട്ട് മതി. അപ്പോൾ നഴ്സ് അവിടെ വരികയാണ്. സൂര്യയുടെ അച്ഛനോടും അമ്മനെയും ഡോക്ടറുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്യാബിനിലുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വാ എന്ന് പറഞ്ഞ് പത്മ യതീന്ദ്രനും കൂടി അകത്തേക്ക് കടക്കാൻ കേട്ടോ. അങ്ങനെ ഡോക്ടറുടെ ക്യാബിനിൽ ചെന്നിരിക്കുകയാണ്. പത്മ ചോദിക്കുന്നുണ്ട്, സർ സൂര്യക്ക് എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സൂര്യയുടെ ബ്ലഡ് സാമ്പിൾസ് ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്. റിസൾട്ട് ഇപ്പോൾ വരും. യതീന്ദ്രൻ സർ ചോദിക്കുന്നുണ്ട്, സൂര്യയുടെ കണ്ടീഷൻ ഇപ്പോൾ? അയാൾ ഒരു മദ്യപാനിയാണോ? എത്ര കാലമായി കാണും അദ്ദേഹം അങ്ങനെയായിട്ട് എന്നൊക്കെ ഡോക്ടർ ചോദിക്കാൻ. യതീന്ദ്രൻ സാർ പറയുന്നുണ്ട്, സൂര്യ സ്ഥിരം മദ്യപാനിയാണ്, ഏകദേശം ഒരു 5-6 വർഷമായി കാണും. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഈ മദ്യപാനത്തിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സാ രീതികളോ ഡി അഡിക്ഷൻ സെന്ററിലോ മറ്റോ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ യതീന്ദ്രൻ സാർ പത്മയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഇല്ല സാർ, 1-2 തവണ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ഒരു നഴ്സ് അവിടെ ബ്ലഡ് റിസൾട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ ഡോക്ടറുടെ കയ്യിൽ. അദ്ദേഹം ആ ഫയൽ തുറന്ന് ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം നോക്കുകയാണ്. ശേഷം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അയാളുടെ ഭക്ഷണശീലം എങ്ങനെയാണ്? പുറത്തു നിന്നാണോ അതോ വീട്ടിൽ നിന്ന് തന്നെയാണോ ഭക്ഷണം കഴിക്കുന്നത്? സാധാരണ അവന് ഭക്ഷണം കഴിക്കുന്ന ശീലം കുറവാണ്, പിന്നെ കഴിക്കുന്നത് അധികവും വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാൻ അദ്ദേഹം. അപ്പോൾ ഡോക്ടർ, ഓക്കെ, ഈ സമീപ സമയങ്ങളിൽ അദ്ദേഹം പുറത്തു നിന്ന് ഭക്ഷണം എന്തെങ്കിലോ അല്ലെങ്കിൽ മരുന്നോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. സാധാരണയായിട്ട് അങ്ങനെയൊന്നുമില്ല എന്ന് പറയാൻ പത്മ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പക്ഷേ ലാബിലേക്ക് അയച്ച ടെസ്റ്റ് റിസൾട്ടിൽ നിന്നും പറയുന്നത് അയാളുടെ ശരീരത്തിൽ പോയിസൺ കലർന്നതിൻ്റെ എല്ലാ ശരീര സൂചനകളുമുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും പത്മയും യതീന്ദ്രൻ സാറും എല്ലാം ഷോക്കാവുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന ആവശ്യമാണ്, അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും വേണ്ടിവരും. അപ്പോൾ യതീന്ദ്രൻ സാർ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ശരീരത്തിലുള്ള മദ്യം തൽക്കാലം നമ്മുടെ മുന്നോട്ടേക്കുള്ള പരിശോധനയെ ബാധിച്ചേക്കും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാംശത്തിൻ്റെ അളവ് അത് എത്രത്തോളം ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പിൻ്റെയും ആവശ്യമുണ്ട്. സോ അതിനുശേഷം മാത്രമേ അയാളുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പത്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഡോക്ടർ പ്ലീസ്, എങ്ങനെയെങ്കിലും അവനെ നിങ്ങൾ രക്ഷിക്കണം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എനിവേ നമുക്ക് നോക്കാം, നിങ്ങളൊക്കെ പക്വതയുള്ള ആളുകളല്ലേ, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് പറയാണ്. അങ്ങനെ പത്മയും യതീന്ദ്രൻ സാറും ഡോക്ടർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്താകട്ടെ എന്തായിരിക്കും റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നന്ദിനിയും ബാക്കിയുള്ളവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ പത്മ നേരെ വരുന്ന നന്ദിനിയുടെ അടുത്തേക്ക് അവളുടെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. സൂര്യക്ക് നീ എന്ത് മരുന്നടി കൊടുത്തേ? എന്നോട് സത്യം പറയണം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് നീ സൂര്യക്ക് മരുന്ന് കൊടുത്തേ? അപ്പോൾ നന്ദിനി, മാഡം അത് എന്നൊക്കെ പറയാൻ. നോക്ക്, എന്നോട് നീ കള്ളം പറഞ്ഞാൽ പിന്നെ നിന്നെ ചോദ്യം ചെയ്യുന്നത് പോലീസായിരിക്കും. ഇത് കേട്ടുകൊണ്ട് പിന്നാത്തെ യതീന്ദ്ര സാറും എത്തുന്നുണ്ട്. പത്മ, നീ എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതിനുള്ള ഉത്തരം ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? ഇവളോടല്ലേ? ഇത് കേട്ടുകൊണ്ട് ഇന്ദ്രജയും വേദയും അവിടേക്ക് വരുന്നുണ്ട്. എന്താ ഡോക്ടർ മമ്മി പറഞ്ഞത്, എന്താ കാര്യം എന്ന് ചോദിക്കാം. ഡോക്ടർ പറഞ്ഞ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, സൂര്യയുടെ ബ്ലഡിൽ വിഷാംശമുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടത് നന്ദിനി ആകെ ഷോക്കാവുകയാണ്. ഡോക്ടർ പ്രത്യേകം എടുത്ത് ചോദിച്ചു, ഈ അടുത്ത് അവൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന്. ഇനി പറ, ഏത് വൈദ്യൻ്റെ അടുത്താണ് നീ പോയത്? അയാളുടെ സ്ഥാപനം, അയാളുടെ അഡ്രസ്സ്, അയാളുടെ ഫോൺ നമ്പർ എല്ലാം എനിക്ക് വേണം. അപ്പോൾ നന്ദിനി, മാഡം അത് പൂവാറിലുള്ള എന്ന് പറയാൻ നിൽക്കുകയാണ്. വ്യക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. അവർ നിന്നെ കൊണ്ടുപോയി കൃത്യമായിട്ടുള്ള ഉത്തരം ചോദിച്ചറിഞ്ഞോളും എന്ന് പറയാൻ. വേദ പറയുന്നത്, മമ്മി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, അവൾ മനഃപൂർവ്വം ഏട്ടനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തോ മരുന്ന് കൊടുത്തതാണ് എന്ന് പറയാൻ. പറയടി, എന്തിനായിരുന്നു ആ മരുന്ന്? നിനക്ക് പെട്ടെന്ന് തന്നെ സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ അവന് പോലും അറിയാതെ ആ മരുന്ന് നീ കലക്കി കൊടുത്തത്? അങ്ങനെയല്ലേ ഡാഡി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് ഇന്ദ്രജ. അപ്പോൾ അവസാനം യതീന്ദ്ര സർ പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള മരുന്നല്ല അവൾ കൊടുത്തത്, സൂര്യയുടെ മദ്യപാനം നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. പത്മ പറയുന്നുണ്ട്, നാണമില്ലേ നിങ്ങൾക്ക് തോന്നുമ്പോൾ മാറ്റി മാറ്റി പറയാൻ? അതുകൊണ്ട് ഇവളെ രക്ഷിച്ചെടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എൻ്റെ മകന് കൂട്ടായിട്ട് ഇനി ഇങ്ങനെ ഒരുത്തി വേണ്ട. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ ഇവളെ വിവാഹം കഴിച്ചത്. ഇനി ഒരു നിമിഷം പോലും ഇവൾ ഇവിടെ നിൽക്കാൻ പാടില്ല.
എൻ്റെ മകന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ ഒരുത്തിയെ അവന് കാവലിരിക്കാൻ ഞാൻ ഇവിടെ സമ്മതിക്കില്ല. വാടി ഇവിടെ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. മാഡം പ്ലീസ്, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. യതീന്ദ്ര സാറ് പത്മയുടെ കൈ പിടിച്ച് തടയുന്നുണ്ട്. പത്മ, ഇതൊരു ഹോസ്പിറ്റലാണ്, ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. പത്മയാകട്ടെ കൈ തട്ടി മാറ്റിയാണ്. ഇവൾ ഇനി എൻ്റെ മകനുമായും എൻ്റെ വീടുമായിട്ടുള്ള സകല ബന്ധവും ഇവിടെ അവസാനിച്ചു. ഇനിയൊരു തിരിച്ചുവരവിന് നീ ശ്രമിച്ചാൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ച് തള്ളുകണ്ട പുറത്തേക്ക്. മാഡം എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും മൈൻഡാക്കുന്നില്ല. അവസാനം നന്ദിനി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കനക മിത്രയെ കാണാൻ വേണ്ടി പുറത്തെത്തുകയാണ്. സന്തോഷപൂർവ്വം പറയുന്നുണ്ട്, അവളെ ഹോസ്പിറ്റലിൽ നിന്നും പത്മ മാഡം അടിച്ചിറക്കിയെന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ മാഡത്തിന്റെ ആഗ്രഹമൊക്കെ സാധിക്കുമല്ലോ എന്ന് പറയാം. മിത്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നന്ദിനിയുടെ കാര്യത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ടങ്ങ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തൽക്കാലം ഹോസ്പിറ്റലിൽ നിന്ന് നന്ദിനിയെ പുറത്താക്കിയത് സൂര്യയുടെ അമ്മയാണ്. പക്ഷേ സൂര്യ കണ്ണു തുറക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറയും. അവൻ നന്ദിനിയെ തിരക്കും. അമ്മയാണ് അവളെ പുറത്താക്കിയത് എന്നറിഞ്ഞാൽ അമ്മയോടുള്ള വൈരാഗ്യം തീർക്കാൻ അവൻ അവളെ തേടി പിടിക്കും, കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. കനക പറയുന്നുണ്ട്, പക്ഷേ നന്ദിനി സൂര്യസാറിന് ഏതോ മരുന്ന് കൊടുത്തു എന്നല്ലേ പറയുന്നത്. അക്കാര്യം തിരിച്ചറിയുമ്പോൾ സൂര്യസാർ നന്ദിനിയെ വെറുക്കില്ലേ? മിത്ര പറയുന്നത്, അങ്ങനെ ഒരു നിസ്സാര കണക്ക് കൂട്ടലൊന്നും ഞാനില്ല കനക. നന്ദിനിയെ ഇനി സൂര്യയുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കണമെങ്കിൽ സൂര്യക്ക് അവളോട് വെറുപ്പ് തോന്നുന്ന കാരണങ്ങൾ ഉണ്ടാക്കണം. ഒരു പക്ഷേ ഇത് എല്ലാത്തിൻ്റെ തുടക്കമാകാം. തൻ്റെ മദ്യപാനം നിർത്താൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് നന്ദിനിയാണെന്ന് അറിയുമ്പോൾ അവൻ നന്ദിനിയെ വെറുക്കും. ആ വെറുപ്പ് നമുക്ക് ആളിക്കത്തിക്കണം. അതുകൊണ്ട് ഇനി മുതൽ എനിക്കും നിനക്കുമുള്ള ജോലി ഇരട്ടിയാകാനാ പോകുന്നത്. എന്തായാലും സൂര്യക്കൊന്നും സംഭവിക്കില്ല, ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം. കാരണം നന്ദിനി കൊടുത്ത മരുന്നിന് നമ്മൾ മറുമരുന്നാണ് നൽകിയിരിക്കുന്നത്. അത് ഉള്ളിൽ ചെന്നാൽ അവൻ മദ്യം കുടിച്ചതൊരു കൂട്ട് ആകെ പ്രശ്നമുണ്ടാകും, കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ. അവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിടും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയട്ടോ മിത്ര. എങ്കിൽ ഞാൻ പോട്ടെ മാഡം, ഈ തിക്കുതിരക്കിനിടയിൽ എന്നെ അന്വേഷിക്കുമ്പോൾ പിന്നെ ആകെ പ്രശ്നമാകും എന്ന് പറയാണ്. അപ്പോൾ മിത്ര ഓക്കെ എന്ന് പറയുന്നുണ്ട്. എപ്പോഴോ എനിക്ക് അവനോട് തോന്നിയ ഒരു ക്രഷിന് ഞാൻ വില കൊടുക്കുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. എനിക്കതിന് അവനെ നേടിയേ തീരൂ. പാവം നന്ദിനി എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പുച്ഛിച്ച് ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം നന്ദിനി ആട്ടെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ സൂര്യ മദ്യം കഴിച്ചെന്ന് പിന്നീടുണ്ടായ സംഭവങ്ങളും ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടേ നടക്കുകയാണ്. അങ്ങനെ ഒരു അമ്പലത്തിന് മുന്നിലൂടെ അവൾ പാസ് ചെയ്യാൻ പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധയിൽ അത് അമ്പലമാണെന്നല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അവൾ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സൂര്യ സാറിന് ഒന്നും വരുത്തല്ലേ, മനഃപൂർവ്വം ഞാൻ സാറിന് ഒന്നും കൊടുത്തിട്ടില്ല, സാറിനെ ഇതിൽ നിന്നും രക്ഷിക്കണം, ഞാൻ 101 തവണ ഈ അമ്പലം പ്രദക്ഷിണം വയ്ക്കാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ്. അതേസമയം ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട്. അവിടെ പത്മ ഇരുന്ന് കരയാൻ. ഇന്ദ്രജയും വേദയും അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പത്മ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അന്ന് സൂര്യ പ്രഗ്നൻ്റ് ആയ ആ സമയത്ത് അവൾ സ്വപ്നം കണ്ടതും പിന്നീട് ലേബർ റൂമിലേക്ക് കടന്നു പോയതും അവിടെ വെച്ച് ഡെലിവറി പെയിൻ വന്നതും പിന്നീട് ബോധം നഷ്ടപ്പെട്ടതും കണ്ണു തുറന്ന് നോക്കുമ്പോൾ സൂര്യ അവളുടെ അരികിൽ കിടക്കുന്നതും ആ സമയത്ത് അന്ന് സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു കുറവും അവനുണ്ടായിട്ടില്ല. എല്ലാം അവളുടെ തോന്നൽ മാത്രമായിരുന്നു. അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചതും സൂര്യ തനിക്ക് ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടിക്കരയാൻ ട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ കണ്ണ് നനഞ്ഞു നിൽക്കാൻ ട്ടോ ചുറ്റുമുള്ളവരും. അപ്പോൾ യതീന്ദ്ര സാർ പത്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ കൈപിടിച്ചിട്ട്, പത്മ താനിങ്ങനെ ഇരുന്ന് കരയല്ലേ, ഈ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ തൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നത് എന്നൊക്കെ പറയാം. നിങ്ങളുടെ മനസ്സിൽ മകനെ കുറിച്ചുള്ള ടെൻഷനാണോ അതോ മരുമകൾ ഇറങ്ങിപ്പോയതിൻ്റെ ടെൻഷനാണോ എന്നൊക്കെ ചോദിക്കാൻ ട്ടോ. ഇത് കേൾക്കുമ്പോൾ യതീന്ദ്ര സാർ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അതിനുള്ള ഉടൻ ആൻസർ ദൈവം തന്നെ തന്നേക്കും എന്നൊക്കെ പറയാൻ. നന്ദിനി ആട്ടെ അവളുടെ പ്രദക്ഷിണം വെക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അകത്ത് സൂര്യയെ ഡോക്ടർമാർ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെക്കപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പുറത്താകട്ടെ പത്മവും ബാക്കിയുള്ളവരും ടെൻഷനോട് കൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നന്ദിനി ആട്ടെ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആരതി അവിടേക്ക് വരുന്നത്. വിവേകിന് സുഖമില്ലാതിരുന്ന സമയത്ത് അവൾ അവന് വേണ്ടിയിട്ട് ഒരുപാട് വഴിപാടുകൾ നേർച്ച ചെയ്തിരുന്നു. അതിനെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ആരതി അമ്പലത്തിലെത്തിയത്. ആ സമയത്താണ് നന്ദിനി നടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തന്നെ നന്ദിനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ നന്ദിനി, നീ എന്താ അമ്പലത്തിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് നന്ദിനി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇത് കേട്ട് ആരതി ആകെ ഷോക്കാവുകയാണ് കേട്ടോ. അയ്യോ, എന്നിട്ട് ഏട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല ആരതി, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല, എന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ കരയാണ് കേട്ടോ. എല്ലാം കേട്ട് കഴിയുമ്പോൾ ആരതി പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുന്ന നന്ദിനി, എന്തായാലും ഏട്ടൻ കണ്ണു തുറക്കുമ്പോൾ നിന്നെ ചോദിക്കാതിരിക്കില്ല. ഏട്ടൻ അറിയാതല്ലേ അവർ നിന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടത്. അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോകണ്ട, തിരികെ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ കേട്ടോ. നന്ദിനിയാകട്ടെ, ഇല്ല ആരതി, ഞാൻ വരുന്നില്ല, ഇനി അങ്ങോട്ടേക്ക് കാലുകുത്തിയത് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. ഹോസ്പിറ്റലിലേക്കല്ലേ, അവിടേക്ക് നീ പോകണ്ട, അവിടെ പത്മ മേഡം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം, അവിടെ നിന്നും കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ നന്ദിനിയെ നിർബന്ധിച്ച് ആരതി കൂടെ കൂട്ടി സൂര്യയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അതേസമയം ഹോസ്പിറ്റലിലാകട്ടെ സൂര്യക്ക് ബോധം തെളിയാണ്. ആ വിവരം ഒരു നഴ്സ് വന്ന് പറയുന്നുണ്ട്.
അങ്ങനെ പത്മം അകത്തേക്ക് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയുടെ അരികിൽ ചെന്നിരിക്കുകയാണ്. അവനെ കണ്ടതും പത്മത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ പൊട്ടിക്കരയാണ്. എന്നിട്ട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് സൂര്യയുടെ കൈ പിടിക്കുകയാണ്. സൂര്യയാട്ടെ പാതി മയക്കത്തിൽ നിന്നും കണ്ണ് തുറക്കുന്നേ ഉള്ളൂ. നന്ദിനി നന്ദിനി എന്ന് അവൾ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പത്മയെ കാണുന്നതും അവൻ കൈ കുടയാൻ ട്ടോ. എന്നിട്ട് തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ആകുമ്പോൾ പത്മക്ക് വിഷമമുണ്ട്. എങ്കിലും മകനിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർ ആശ്വസിക്കുകയാണ്. വീണ്ടും സൂര്യ മയക്കത്തിലേക്ക് തന്നെ നീ പോവാൻ. പത്മം അവനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക. അങ്ങനെ നന്ദിനിയെ കൊണ്ടിട്ട് ആരതി സൂര്യയുടെ വീട്ടിലേക്ക് അരച്ചില്ലാണ്. അവളെ കണ്ടതും ഇന്ദ്രജയും വേദയും ഒക്കെ പൊട്ടിത്തെറിക്കാണ്. നിന്നോട് എല്ലടി ഇങ്ങോട്ടേക്ക് വരരുതെന്ന് അമ്മ പറഞ്ഞത്. നീ എന്തിനാ തിരിച്ചു വന്നത്? മമ്മി നിന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞതല്ലേ? നന്ദിനി പറയുന്നുണ്ട്, അത് മാഡം, സൂര്യ സാറിന്റെ അവസ്ഥ അറിയാതെ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയാൻ. അധികം വാചകം അടിച്ച് ഇവിടെ നിൽക്കാൻ. മമ്മി ഇപ്പോൾ ഇവിടേക്ക് എത്തും. മമ്മി കണ്ടാൽ ആകെ പ്രശ്നമാകും. ഇവിടെ നിന്നും കൊണ്ടുപോക്കോ ഇവളെ എന്ന് പറയാൻ ട്ടോ ആരതിയോട്. ഇത് കേട്ടുകൊണ്ട് യതീന്ദ്ര സാർ താഴേക്ക് വരുന്നു. നന്ദിനിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. മോളെ നന്ദിനി എന്ന് വിളിക്കുകയാണ്. സർ, സൂര്യ സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അവനിപ്പോൾ നല്ല ഭേദമുണ്ട്. കണ്ണ് തുറന്നു എന്നാണ് പത്മ വിളിച്ചപ്പോൾ അറിയിച്ചത്. ഇനി പ്രശ്നമില്ല. മരുന്നുകളൊക്കെ കുടിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ എല്ലാ അസുഖവും മാറും എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ആരതി പറയുന്നുണ്ട്, നന്ദിനിയാണ് മരുന്ന് കൊടുത്തതെന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചാൽ സൂര്യയ്ക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല. ചില അസ്വസ്ഥതകളൊക്കെ അവൻ കാണിക്കുമെന്ന് വൈദ്യൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായിരിക്കും ഇപ്പോൾ കണ്ടത് എന്ന് പറയാൻ ട്ടോ. അതേസമയം ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന്റെ പാതിമയക്കത്തിൽ വീണ്ടും സൂര്യ നന്ദിനി നന്ദിനി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കാം. ഇത് കാണുന്ന പത്മത്തിന് ദേഷ്യം വരികയാണ് ട്ടോ.